Hi friends, welcome back to Candela Study Circle. നമ്മൾ ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇന്ത്യൻ എയർഫോഴ്സ് ഗ്രൂപ്പ് വൈ ക്വസ്റ്റ്യൻ പേപ്പറിലെ മെൻ്റൽ എബിലിറ്റി ക്വസ്റ്റ്യൻസ് ആണ്. നമ്മൾ ഇതിന് മുന്നേ ഡിസ്കസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം എയർഫോഴ്സ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ എന്ന പ്ലേലിസ്റ്റിൽ അവൈലബിൾ ആണ്. ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനലിലെ വീഡിയോ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഡിഫൻസ് ജോലിക്ക് പ്രിപ്പയർ ചെയ്യുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഒന്നാമത്തെ ചോദ്യം, ഇഫ് എക്സ് പ്ലസ് 1/x ഈസ് ഈക്വൽ ടു 2 ദെൻ വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് എക്സ് റേസ് ടു 64 പ്ലസ് എക്സ് റേസ് ടു 121? ഓപ്ഷൻ എ 0, ഓപ്ഷൻ ബി 1, ഓപ്ഷൻ സി 2, ഓപ്ഷൻ ഡി -2. അപ്പോൾ നമ്മളോട് ഈ ഒരു ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് എക്സ് പ്ലസ് 1/xൻ്റെ വാല്യൂ 2 ആണ്. അങ്ങനെയെങ്കിൽ എക്സ് റേസ് ടു 64 പ്ലസ് എക്സ് റേസ് ടു 121ൻ്റെ വാല്യൂ എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്കിവിടെ എക്സ് പ്ലസ് 1/xൻ്റെ വാല്യൂ 2 ആണ് നമുക്ക് നൽകിയിട്ടുണ്ട്. സോ നമുക്കിവിടെ എക്സിന് ഏത് വാല്യൂ കൊടുത്താലായിരിക്കും ഇവിടെ 2 ആവുന്നത് നോക്കിയാൽ മതി. അതായത് ഇവിടെ എക്സ് ഈസ് ഈക്വൽ ടു 1 കൊടുക്കുകയാണെങ്കിൽ എന്ത് വരും? 1 പ്ലസ് 1/1ൻ്റെ വാല്യൂ 1 തന്നെയാണ്, ഈസ് ഈക്വൽ ടു 2. അപ്പോൾ എക്സിൻ്റെ വാല്യൂ നമുക്ക് കിട്ടി, ദാറ്റ് ഈസ് 1 ആണ്. പിന്നെ ഡയറക്റ്റ് എന്ത് ചെയ്യുക? ആ വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അതായത് 1/64 പ്ലസ് 1/121. 1/64 എന്ന് പറഞ്ഞാൽ 1 ആണ്. 1/121 എന്ന് പറഞ്ഞാലും 1 ആണ്. സോ 1 + 1 ഈസ് ഈക്വൽ ടു 2. അപ്പോൾ ആൻസർ എന്താണ്? ഓപ്ഷൻ സി ആണ്. 2 ഈസ് ദ റൈറ്റ് ആൻസർ. അടുത്ത ചോദ്യം, ട്രാവലിംഗ് അറ്റ് 4/5 ഓഫ് ഹിസ് യൂസ്ഡ് സ്പീഡ് എ മാൻ ഈസ് 15 minutes ലേറ്റ്. വാട്ട് ഈസ് ഹിസ് യൂസ്ഡ് സ്പീഡ് ടു ട്രാവൽ ദ സെയിം ഡിസ്റ്റൻസ്? ഇപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് ഒരാൾ അയാളുടെ 4/5 സ്പീഡ് എടുത്തിട്ട് ട്രാവൽ ചെയ്തപ്പം 15 മിനിറ്റ് ലേറ്റാണ്. അങ്ങനെയെങ്കിൽ അയാളുടെ നോർമൽ സ്പീഡിൽ അയാൾ പോയിട്ടുണ്ടെങ്കിൽ എത്ര സമയം കൊണ്ട് ആ ഒരു ഡിസ്റ്റൻസ് കവർ ചെയ്യും എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ 15 minutes, ഓപ്ഷൻ ബി 1 hour, ഓപ്ഷൻ സി 75 minutes, ഓപ്ഷൻ ഡി 45 minutes. അപ്പോൾ നമുക്കിത് ഒരു റേഷ്യോ ആക്കി നോക്കാം. അതായത് ഇയാൾ ഉപയോഗിച്ചിട്ടുള്ളതും ഇയാളുടെ നോർമൽ സ്പീഡും തമ്മിൽ റേഷ്യോ ആക്കാം. സോ ഇത് യൂസ്ഡ് U/N എന്ന് പറഞ്ഞാൽ നോർമലാണ്. അപ്പം ഇയാൾ യൂസ് ചെയ്തിട്ടുള്ളത് 4/5 സ്പീഡാണ്. അപ്പോൾ ഇയാളുടെ നോർമൽ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? 5/5 ആയിരിക്കും. 5/5 ദാറ്റ് ഈസ് എന്തായിരിക്കും? 5/5 എന്ന് പറഞ്ഞാൽ 1 ആണ്. അപ്പോൾ നമുക്ക് എന്ത് കൊടുക്കാം? ഇവിടെ 1 എന്ന് കൊടുക്കാം. നമുക്ക് ഇത് ഒന്നുകൂടെ സോൾവ് ചെയ്യുകയാണെങ്കിൽ എന്ത് വരും? U/N ഈസ് ഈക്വൽ ടു 4/5 എന്ന് വരും. അതായത് ഈ ഒരു 5 താഴേക്ക് വരും. അപ്പോൾ ഇതാണ് ഇവരുടെ സ്പീഡ്. ഇപ്പം നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ഈ ഒരു നോർമൽ പിന്നെ ഡിസ്റ്റൻസ് കവർ ചെയ്യാൻ എത്ര സമയം എടുക്കും എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതായത് സ്പീഡിൻ്റെ റേഷ്യോ 4/5 ആണെങ്കിൽ ടൈമിൻ്റെ റേഷ്യോ എന്തായിരിക്കും? ഇതിന് ഓപ്പോസിറ്റ് ആയിരിക്കും. സോ ടൈം എന്തായിരിക്കും? U/N ഈസ് ഈക്വൽ ടു 5/4 ആയിരിക്കും. സോ നോർമലായിട്ട് അതായത് നോർമൽ സ്പീഡിൽ ഇയാൾ ആ ഡിസ്റ്റൻസ് എത്ര സമയം കൊണ്ട് കവർ ചെയ്യും എന്ന് ചോദിക്കുകയാണെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഇവിടുത്തെ 1 യൂണിറ്റ് എന്ന് പറയുന്നത് 15 ആണ്. അത് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അതായത് ഈ ഒരു 4/5 സ്പീഡ് കൊണ്ട് ഇയാൾ പോവുകയാണെങ്കിൽ 15 മിനിറ്റാണ് ലേറ്റ് ആവുന്നത്. അപ്പം ടൈം എന്താണ്? നോർമൽ ടൈം കണ്ടെത്താൻ എന്ത് ചെയ്താൽ മതി? 4 × 15 ചെയ്താൽ മതി. ദാറ്റ് ഈസ് 60. 60 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1 hour ആണ്. ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം. അടുത്ത ചോദ്യം, ഇൻ ആൻ എക്സാം എ സ്റ്റുഡൻറ്റ് ഗെറ്റ്സ് 20% മാർക്സ് ആൻഡ് ഫെയിൽസ് ബൈ 30 marks. എ സെക്കൻഡ് സ്റ്റുഡൻറ്റ് സ്കോർസ് 32% മാർക്സ് ബട്ട് ഗെറ്റ്സ് 42 marks മോർ ദാൻ ദ മിനിമം മാർക്സ്. ഫൈൻഡ് ദ പാസിംഗ് പെർസെൻറ്റേജ്. ഓപ്ഷൻ എ 25%, ഓപ്ഷൻ ബി 30%, ഓപ്ഷൻ സി 28%, ഓപ്ഷൻ ഡി 22%. ഇപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് ഒരു ക്ലാസ്സിലെ 2 സ്റ്റുഡൻസിൻ്റെ മാർക്കുകൾ തമ്മിൽ കമ്പയർ ചെയ്യുകയാണ്. അപ്പോൾ ഒന്നാമത്തെ സ്റ്റുഡൻറ്റ് അവർക്ക് 20% മാർക്ക് കിട്ടിയപ്പോൾ പാസിംഗ് മാർക്കിനേക്കാൾ 30 കുറവാണെന്നാണ് പറയുന്നത്. രണ്ടാമത്തെ സ്റ്റുഡൻറ്റ് 32% മാർക്ക് സ്കോർ ചെയ്തപ്പം പാസിംഗ് മാർക്കിനേക്കാൾ 42 മാർക്ക് കൂടുതലാണ്. അങ്ങനെയെങ്കിൽ പാസിംഗ് പെർസെൻറ്റേജ് എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പം ഇവിടുത്തെ ഡിഫറൻസ് നോക്ക്. ഈ മാർക്കിലെ ഡിഫറൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതായത് പാസിംഗ് 20% മാർക്ക് കിട്ടിയപ്പം പാസ് മാർക്കിനെ എത്താൻ വേണ്ടിയിട്ട് 30 മാർക്ക് കുറവായിരുന്നു. 32% സ്കോർ ചെയ്തപ്പം പാസ് മാർക്കിനേക്കാൾ 42 മാർക്സ് അധികം കിട്ടി. അപ്പം ഈ ഒരു പാസ് മാർക്കുമായി കമ്പയർ ചെയ്യുന്ന സമയത്ത്
ഇവിടെ ഉണ്ടാകുന്ന ഡിഫറൻസ്, അതായത് ഇവിടെ 32 മൈനസ് 20 എന്ന് പറഞ്ഞെങ്കിൽ 12% ആണ്. അപ്പോൾ 12% മാർക്ക് എന്ന് പറയുന്നത് എന്താണ്? 42 പ്ലസ് 30 ആണ്, അതായത് ഇവിടുത്തെ ഡിഫറൻസ്. അപ്പോൾ എത്ര വന്നു? 72. അപ്പോൾ 12% മാർക്ക് എന്ന് പറയുകയാണെങ്കിൽ 72 ആണ്. അപ്പം 10% എന്തായിരിക്കും? 60 ആയിരിക്കും. അതായത് ഇത് 6ൻ്റെ മൾട്ടിപ്പിൾ വെച്ചിട്ടാണ് നോക്കുന്നത്. 12 × 6 ആണ് 72. അപ്പം എന്താണ് 10% എന്ന് പറയുകയാണെങ്കിൽ 60 ആണ്. അപ്പോൾ ടോട്ടൽ മാർക്ക് 600 ആയിരിക്കും. ഇനി 5% എന്തായിരിക്കും? 5% എന്ന് പറയുന്നത് ഇതിൻ്റെ പകുതി 30 ആണ്. അപ്പോൾ നമ്മളോട് ഇവിടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് 20% മാർക്ക് ഇയാൾക്ക് കിട്ടിയിട്ടും 30 മാർക്കിന് തോറ്റു. അപ്പം 30 മാർക്ക് കൂടെ കിട്ടിക്കഴിഞ്ഞാൽ എന്താവും? ഇയാൾ പാസ്സാവും. 30 മാർക്ക് എന്ന് പറഞ്ഞാൽ 5%. അപ്പം 20നെ കൊണ്ട് 5% കൂടി കിട്ടിക്കഴിഞ്ഞാൽ 25% മാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ എന്താവും? ഒന്നാമത്തെ സ്റ്റുഡൻറ്റ് പാസ്സാവും. അപ്പോൾ പാസ് മാർക്ക് എത്രയാണ്? 25% ആണ്. ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം. പുതിയ വ്യൂവേഴ്സ് ശ്രദ്ധിക്കുക, നമ്മൾ ഇതിൻ്റെ ബേസിക് ക്ലാസ്സുകൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എയർഫോഴ്സ് ഗ്രൂപ്പ് വൈയിൽ മെൻ്റൽ എബിലിറ്റിയിലെ ബേസിക് ക്ലാസ്സുകളുണ്ട്. അതിലാണ് ഇതിൻ്റെയൊക്കെ ഷോർട്ട് കട്ടുകൾ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഈ ഒരു ഷോർട്ട് കട്ടിൽ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഫസ്റ്റിലെ വീഡിയോസ് കാണണം. അതായത് ടോപ്പിക് വീഡിയോസ്, പെർസെൻറ്റേജ്, പിന്നെ ടൈം ആൻഡ് വർക്ക്, അങ്ങനെ എല്ലാത്തിനെയും ബേസിക് വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും ആ ബേസിക് വീഡിയോ കാണണം. അടുത്ത ചോദ്യം, ദ റേഷ്യോ ഓഫ് ദ സ്പീഡ്സ് ഓഫ് എ ആൻഡ് ബി ഈസ് 3:4. ഇഫ് എ ടേക്സ് 15 minutes മോർ ദാൻ ബി ടു കവർ ദ സെയിം ഡിസ്റ്റൻസ്, ഹൗ മച്ച് ടൈം ഡസ് ബി ടേക്സ് ടു കവർ ദ ഡിസ്റ്റൻസ്? ഓപ്ഷൻ എ 45 മിനിറ്റ്, ഓപ്ഷൻ ബി 60 മിനിറ്റ്, ഓപ്ഷൻ സി 50 മിനിറ്റ്, ഓപ്ഷൻ ഡി 40 മിനിറ്റ്. ഇപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് എയുടെയും ബിയുടെയും സ്പീഡിൻ്റെ റേഷ്യോ നമുക്ക് നൽകിയിട്ടുണ്ട്. ദാറ്റ് ഈസ് A/B എന്ന് പറയുന്നതിൻ്റെ റേഷ്യോ എന്താണ്? 3/4 ആണ്. ഇത് സ്പീഡാണ്, സ്പീഡ്. ഇനി രണ്ടാമത്തെ പോയിന്റ് എന്താ പറയുന്നത്? എ ടേക്സ് 15 minutes മോർ ദാൻ ബി ടു കവർ ദ സെയിം ഡിസ്റ്റൻസ്. അതായത് ബി കവർ ചെയ്യുന്ന അതേ ദൂരം എക്ക് 15 മിനിറ്റ് കൂടുതൽ സമയം വേണം എന്നാണ് പറയുന്നത്. അങ്ങനെയെങ്കിൽ ബി ഈ ഒരു ഡിസ്റ്റൻസ് എത്ര സമയം കൊണ്ട് കവർ ചെയ്യും എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ 1 യൂണിറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? 1 യൂണിറ്റ് 15 minutes ആണ്. നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ടൈമാണ് കാണാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളത്. സോ സ്പീഡിൻ്റെ റേഷ്യോ A/B = 3/4 ആണെങ്കിൽ ടൈമിൻ്റെ റേഷ്യോ എന്തായിരിക്കും? A/B എന്ന് പറയുന്നത് ഇതിൻ്റെ ഓപ്പോസിറ്റ് ആയിരിക്കും. ദാറ്റ് ഈസ് 4/3. അപ്പം 1 യൂണിറ്റ് 15 minutes ആണ്. നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ബി എത്ര സമയം കൊണ്ട് ആ ഒരു ഡിസ്റ്റൻസ് കവർ ചെയ്യും എന്നാണ് ചോദിച്ചിട്ടുള്ളത്. സോ എന്ത് വരും? 3 × 15 ദാറ്റ് ഈസ് 45 minutes കൊണ്ട് എന്ത് ചെയ്യും? ബി ആ ഒരു ഡിസ്റ്റൻസ് കവർ ചെയ്യും. സോ ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം. അടുത്ത ചോദ്യം, വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് സം ഈക്വൽ ടു എയ്തർ 3 or 5 വൈൽ റോളിംഗ് 2 dices സൈമൾട്ടേനിയസ്ലി? ഓപ്ഷൻ എ 1/2, ഓപ്ഷൻ ബി 1/3, ഓപ്ഷൻ സി 1/4, ഓപ്ഷൻ ഡി 1/6. ഇപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് 2 ഡൈസ് ഒരേ സമയം റോൾ ചെയ്യുകയാണെങ്കിൽ അതിൽ സം 3 അല്ലെങ്കിൽ 5 കിട്ടാനുള്ള ചാൻസസ് എത്രയുണ്ട് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്കറിയാം ഒരു ഡൈസിൽ 1 മുതൽ 6 വരെയാണ് ഉണ്ടാവുക. അപ്പോൾ ഇവിടെ എടുക്കുന്നത് 2 ഡൈസാണ്. അപ്പം നമ്മളത് റോൾ ചെയ്യുകയാണെങ്കിൽ മൊത്തം 36 ഔട്ട്കംസ് വരാൻ സാധ്യതയുണ്ട്. സോ നമ്മളോട് ചോദിച്ചത് എന്താണ്? അതിൽ ഈക്വൽ ടു 3 or 5 വരാനുള്ള സാധ്യതകൾ ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പം 3 വരാനുള്ള സാധ്യത എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ ഒന്നിൽ 1ഉം മറ്റേതിൽ 2ഉം കിട്ടണം, അല്ലെങ്കിൽ മറ്റേതിൽ രണ്ടാമത്തെ ഡൈസിൽ 2ഉം ആദ്യത്തെ ഡൈസിൽ 1ഉം കിട്ടണം. അപ്പോൾ ഇതാണ് 3 കിട്ടാനുള്ള പോസിബിലിറ്റി. നെക്സ്റ്റ് 5 കിട്ടാനുള്ള പോസിബിലിറ്റി എന്ന് പറഞ്ഞെങ്കിൽ 1ഉം 4ഉം ആണ്, പിന്നെ 4ഉം 1ഉം ആണ്. നെക്സ്റ്റ് 3ഉം 2ഉം ആണ്, 2ഉം 3 ആണ്. ഇത്രയും സാധ്യതകൾ എന്തുള്ളൂ? ഈക്വൽ ടു 3 അല്ലെങ്കിൽ 5 കിട്ടാൻ. അപ്പോൾ ഇത് മൊത്തം 1, 2, 3, 4, 5, 6 ചാൻസസ് ആണുള്ളത്. ടോട്ടൽ ചാൻസ് എന്ന് പറഞ്ഞാൽ 36 ആണ്. സോ 6/36, അതായത് 1/6 ആണ് ഇവിടുത്തെ പ്രോബബിലിറ്റി. ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം, 1/6. അടുത്ത ചോദ്യം, ഇഫ് 1 kilogram മിക്സ്ചർ ഓഫ് സാൻഡ് ആൻഡ് അയൺ 20% ഈസ് അയൺ, how much sand should be added so that the proportion of iron becomes 10%? Option A 2 kilogram, option B 1.5 kilogram, option C 1 kilogram, option D 0.5 kilogram.
ഇപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ഇവിടെ 1 കിലോഗ്രാമിൻ്റെ സാൻഡിൻ്റെയും അയണിൻ്റെയും മിക്സ്ചർ ഉണ്ട്. അപ്പം 1 കിലോഗ്രാം ആണ്, അതായത് 1000 ഗ്രാം. അതിൽ സാൻഡും അയണും ഉണ്ട്. ഈ ഒരു 1000 ഗ്രാമിൽ 20% ആണ് അയൺ എന്ന് പറയുന്നത്. അപ്പോൾ 20% അയൺ, അതായത് 200 ഗ്രാം ആണ് അയൺ. അപ്പോൾ നമ്മളോട് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് എന്താണ്? അയണിൽ പ്രത്യേകിച്ച് മാറ്റമൊന്നും വരുത്താതെ സാൻഡ് മാത്രം ആഡാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ അയണിൻ്റെ പെർസെൻറ്റേജ് എങ്ങനെ 10% ആക്കും എന്നാണ് ചോദിച്ചിട്ടുള്ളത്. സോ 10% ആക്കുമ്പോഴും അയണിൻ്റെ വാല്യൂ എത്ര തന്നെയാണ്? ക്വാണ്ടിറ്റി 200 ഗ്രാം തന്നെയാണ്. അപ്പം 10% 200 ഗ്രാം ആകുമ്പോൾ അതിൻ്റെ 100% എന്ന് പറയുന്നത് എന്തായിരിക്കും? 2000 ഗ്രാം ആയിരിക്കും. അതിൽ 200 ഗ്രാം എന്തിലാണ്? അയണാണ്. അപ്പം സാൻഡ് എത്ര ആയിരിക്കണം? 1800 ഗ്രാം ആണ്. അപ്പം ഇനീഷ്യലി എന്താണ്? സാൻഡ് 800 ഗ്രാം ആണ്. അതായത് 20% അയൺ ആണെങ്കിൽ 80% എന്തായിരിക്കും? സാൻഡ് ആയിരിക്കും. അപ്പം 1800 ആവാൻ വേണ്ടി എത്ര ഇതിലേക്ക് ആഡ് ചെയ്യണം? 1000 ഗ്രാം അഥവാ 1 കിലോഗ്രാം ഇതിലേക്ക് ആഡ് ആയി കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെ എത്ര പെർസെൻറ്റേജ് ആയി? ഇത് 90% ആയി, ഇത് 10% ആയി. സോ നമുക്ക് എത്ര ആഡ് ചെയ്യണം? ഒരു 1 കിലോഗ്രാം ആഡ് ആക്കണം. സോ ഓപ്ഷൻ സി ഈസ് ദ റൈറ്റ് ആൻസർ. അടുത്ത ചോദ്യം, ദ സെല്ലിംഗ് പ്രൈസ് ഓഫ് ആൻ ആർട്ടിക്കിൾ ഈസ് Rs 356 at 11% ലോസ്. What should be its selling price if a shopkeeper wants to earn a profit of 11%? ഓപ്ഷൻ എ Rs 440, ഓപ്ഷൻ ബി Rs 444, ഓപ്ഷൻ സി Rs 448, ഓപ്ഷൻ ഡി Rs 454. ഈ ഒരു ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് ഒരു ഐറ്റം ഷോപ്പ് കീപ്പർ വിറ്റ സമയത്ത് 356 രൂപയാണ് കിട്ടിയിട്ടുള്ളത്. അപ്പം 11% നഷ്ടം വന്നു. അപ്പം ഈ ഒരു ആർട്ടിക്കിൾ അല്ലെങ്കിൽ ഈ ഒരു സാധനം എത്ര രൂപയ്ക്ക് വിൽക്കുമ്പോഴാണ് അയാൾക്ക് 11% ലാഭം കിട്ടുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. നിലവിൽ ഈ ഒരു 356 രൂപയ്ക്ക് വിറ്റതെന്ന് പറയുന്നത് 11% നഷ്ടത്തിനാണ്. അതായത് 89% എന്നുള്ളത് എത്രയാണ്? അപ്പം 356 ആണ്. അപ്പോൾ ആദ്യം നമുക്കിതിൻ്റെ കോസ്റ്റ് പ്രൈസ് കണ്ടെത്തണം. സോ നമുക്ക് എന്ത് ചെയ്താൽ മതി? ഇതിൻ്റെ 100% കണ്ടെത്തണം. 89% ആണ് 356. സോ ഇതിൻ്റെ 1% എന്ന് പറയുന്നത് രണ്ട് ഭാഗത്ത് എന്ത് ചെയ്യുക? 89 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ 89/89 എന്നാൽ ഇവിടെ 1% ആണ്. അപ്പോൾ 1% വാല്യൂ എന്താണ്? 356 ഡിവൈഡ് ബൈ 89. നമുക്ക് 100% ആണ് കണ്ടത്. സോ ഇൻറ്റു 100. അപ്പം ഈ വാല്യൂ നമുക്ക് സോൾവ് ചെയ്ത് എന്ത് കിട്ടും? കോസ്റ്റ് പ്രൈസ് കിട്ടും. അതായത് 356 89 എന്ന് പറയുന്നത് 4 പ്രാവശ്യമുണ്ട്. സോ 4 × 100 400 കോസ്റ്റ് പ്രൈസ്. ഇനി എന്താ നമുക്ക് കണ്ടെത്തേണ്ടത്? ഇത് 11% ലാഭത്തിന് വിൽക്കണം. ഇപ്പോൾ 11% ലാഭത്തിന് വിൽക്കണേ എത്ര രൂപയ്ക്ക് വിൽക്കണം എന്നാണ് ചോദിച്ചിട്ടുള്ളത്. 10% അറിയാം നമുക്ക് 40 ആണ്, 1% 4 ആണ്. അപ്പോൾ 11% എന്ന് പറഞ്ഞാൽ 44. അപ്പം 111% എന്ന് പറഞ്ഞാൽ 444 രൂപയ്ക്ക് വിൽക്കുമ്പോഴാണ് ഈ ഷോപ്പ് കീപ്പറിന് 11% ലാഭം കിട്ടുന്നത്. സോ ഓപ്ഷൻ ബി ഈസ് ദ റൈറ്റ് ആൻസർ. അടുത്ത ചോദ്യം, 2 numbers are in the ratio 15:11. If the HCF is 13, then the greater number is. ഓപ്ഷൻ എ 195, ഓപ്ഷൻ ബി 125, ഓപ്ഷൻ സി 175, ഓപ്ഷൻ ഡി 120. ഇപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് രണ്ട് നമ്പറുകളുടെ റേഷ്യോ 15:11 ആണ്. അതിൻ്റെ ഹയസ്റ്റ് കോമൺ ഫാക്ടർ 13 ആണ്. അങ്ങനെയെങ്കിൽ ഗ്രേറ്റർ നമ്പർ എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ റേഷ്യോയിൽ വലിയ നമ്പർ എന്ന് പറഞ്ഞാൽ 15 ആണ്. സോ 15 × 13 ചെയ്താൽ മതി. 15 × 13 ദാറ്റ് ഈസ് 195. അപ്പോൾ ഇതിലെ ഗ്രേറ്റർ നമ്പർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ 195. സോ ഫ്രണ്ട്സ്, നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിലെ മെൻ്റൽ എബിലിറ്റിയിലെ ക്വസ്റ്റ്യൻസ് ഇവിടെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസിൽ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിലൂടെയോ അല്ലെങ്കിൽ എൻ്റെ ഇൻസ്റ്റഗ്രാം ഐഡിയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നൽകുന്നുണ്ട്, നിങ്ങൾക്ക് മെസ്സേജ് അയച്ചിട്ടോ ചോദിക്കാം. അപ്പം ബേസിക് ക്ലാസ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എയർഫോഴ്സ് ഗ്രൂപ്പ് വൈ എന്ന പ്ലേലിസ്റ്റിൽ അവൈലബിൾ ആണ്. മെൻ്റൽ എബിലിറ്റിയിലെ എല്ലാ ടോപ്പിക്സിൻ്റെയും ബേസിക് ക്ലാസ്സുകളുണ്ട്. അപ്പോൾ ആ ബേസിക് ക്ലാസ്സുകൾ നമ്മൾ കുറേ ഷോർട്ട് കട്ട് മെത്തേഡുകൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ബാക്കി ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ആ ഷോർട്ട് കട്ട് വീഡിയോസ് നിർബന്ധമായിട്ടും കണ്ടിരിക്കണം. സോ അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണുന്നവരേക്കും ജയ് ഹിന്ദ്.